ഇത്രയും കടുത്ത വേനക്കുവേ ഈ തെങ്ങ് നല്ല പുഷ്ടിമയോടെയാണ് നിൽക്കുന്നത്. നല്ല പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല പച്ചപ്പ് നിറത്തില്. അതെ, നന കൊടുക്കുന്നുണ്ടോ? നന കൊടുക്കുന്നില്ല. ഈ ഒരുക്കങ്ങളാ ഈ ഇതുണ്ടല്ലോ, ഈ വേസ്റ്റ് ഒക്കെ, ഇതൊന്നും ഞാൻ ഒന്നും കാണിക്കാറില്ല, ഒന്നും ക്ലീൻ ചെയ്തിട്ടുമില്ല. ഇതിങ്ങനെ വരാനുള്ള തോട്ടം ഇങ്ങനെ വരാനുള്ള കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് ഹോമിയോ അഗ്രോ കെയർ. ഇത് ഹോമിയോ ആണോ? ഹോമിയോ ഗുളിക ഇത് കണ്ടോ, ഹോമിയോ അഗ്രോ കെയർ. ഈ സാധാരണ ഇത് ഹോമിയോ ഗുളിക തന്നെ. ഇങ്ങോട്ടിട്ടെ ഇത് കണ്ടോ, സാധാരണ ഹോമിയോ ഗുളിക തന്നെ. മണം തന്നെയാ, ഹോമിയോയുടെ മണം തന്നെയാ. ഈ സാധനം 1 ലിറ്ററിന് 100 എണ്ണം എടുക്കണം. 1 ലിറ്ററിന് എണ്ണ എടുക്കണം. അന്ന് എന്തെങ്കിലും ചെറിയ അടപ്പിലെടുത്തിട്ട് 15 ലിറ്ററിന്റെ ക്യാനല്ല നമ്മൾ പുറത്ത് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 1500 എണ്ണം വരും 15 ലിറ്ററിന്. 1 ലിറ്ററിന്റെ വെച്ച് കൂട്ടാം. 100 എണ്ണം എടുത്തു. ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്യുമ്പം ഇതിന്റെ മേൽഭാഗത്തോ അല്ല എവിടെയെങ്കിലും 1/3 ഭാഗത്തോ ചെയ്യാവുള്ളൂ, പകുതി പോലും ചെയ്യരുത്. അപ്പോൾ 1 ലിറ്റർ കൊണ്ട് ഏകദേശം ഒരു 4-5 എണ്ണത്തിന് പോകും. അതിനുള്ള ഉള്ളൂ. ഒരു 1/4 ലിറ്റർ ഒന്ന് സ്പ്രേ ചെയ്താൽ പോകും. കവളിക്കൂടെ എത്തിക്കണം. സ്പ്രേ 1/3 സ്പ്രേ ചെയ്യുക. 1/3 മണ്ട ചെയ്ത് കഴിഞ്ഞിട്ട് കവളിൽ വരുമ്പോൾ കൂടുതൽ കൊടുക്കുക. ഇലയിൽ അധികം കൊടുക്കരുത്. ഇല കൊടുത്തു കഴിഞ്ഞാൽ ഇല ഇത് രാവിലെ നേരത്തല്ല നമ്മൾ കൊടുക്കുന്നത്. ഫോളിയാർ വളം പോലെ തന്നെ ഇത് ഇലക്കട പെട്ടെന്ന് വലിച്ചെടുക്കും. ഒരു പരിധി കൂടുതൽ ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ഉണങ്ങിപ്പോകും. പക്ഷെ കവളിൽ ഈ സാധനം ചെല്ലുമ്പം ഇതിൽ കൂടെ ഒലിച്ചിറങ്ങിയിട്ട് ഇതിനെ മുഴുവൻ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ഇതിനൊരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ ദീർഘകാലം ഈ സ്മെല്ല് നിൽക്കും. ഈ സ്മെല്ല് നിൽക്കുമ്പം ഇതിൽ എന്തെങ്കിലും വണ്ടുകളോ ചെമ്പഞ്ചെല്ലി അല്ല ചെല്ലിയോ സാധനമുണ്ടെങ്കിൽ അവർക്കത് പറ്റിയല്ല, അവർ വിട്ടുപോകും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ വരുള്ളൂ. 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ വരുള്ളൂ. അന്നേരം വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിന് സ്മെല്ല് മാത്രമല്ല, ഇത് പോയിസന്റെ വല്ലതും ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് ചെറിയ പോയിസന്റെ വരുന്നുണ്ടായിരിക്കും. ഇത് വണ്ടുകൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പോയിസന്റെ അംശം വല്ലതും ഉണ്ടോ? പിന്നെ നമുക്ക് മനുഷ്യന് ഹാനിയായിട്ടുള്ള പോയിസൺ വരുമല്ലോ, ഹോമിയോ അല്ലേ. മനുഷ്യന് ഹാനിയായിട്ടുള്ള കടുപ്പമുള്ള ഒന്നും വരുന്നില്ല. ഈ സാധനം അടിച്ചു കൊടുത്താൽ പിന്നെയാണ് കൂടുതൽ ഗ്രോത്ത് ആയിട്ട് ഈ സാധിക്കുന്നത്. ഇതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്. പുഷ്പിക്കാറായി വരുന്നതിന് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് പുഷ്പിക്കും. കാപ്പിക്ക് അടിച്ചു കൊടുത്താലും തെങ്ങിന് അടിച്ചു കൊടുത്താലും കപ്പളത്തിന് അടിച്ചു കൊടുത്താലും ഏത് സാധനം പുഷ്പിക്കുന്ന കാവല ഉണ്ടാകുന്ന ഏതിനും ഇത് ഇത്ര കൊടുക്കുക. അതെല്ലാത്തിനും ഈ ഒരേ അളവ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? എല്ലാത്തിനും ഒരേ അളവ് തന്നെയാണ്. പക്ഷെ നമ്മൾ അടിക്കുന്ന അളവ് വ്യത്യാസം വരികയല്ലേ. അപ്പൊ തെങ്ങിന് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാപ്പത്തേക്ക് കൊടുക്കുന്ന ഒരു ശകലം മതിയില്ലേ. അതേസമയം തെങ്ങിന് അത് പോരാ. തെങ്ങിന് 10-36 ഓല വരികയല്ലേ. അതിന്റെ ഒരു കൊല്ലുമ്പോൾ ഒരു 5 ഓലയെങ്കിലും അടിച്ചു വിടും. 3-1 അടിക്കണ്ടേ. അപ്പൊ ഒരു 7 ഓലെങ്കിലും അടിക്കണ്ടേ. 3, 4 ചെയ്തിട്ട്. അപ്പൊ ഈ 16 ലിറ്ററിന്റെ അല്ലേ കൂട്ടെന്ന് പറഞ്ഞേ? 15 ലിറ്റർ അത് ഇത്രയെങ്കിലും ആയിക്കോട്ടെ. അത് എത്ര തെങ്ങിന് വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്? അതൊരു 7 എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ തയ്യായിട്ടുള്ളതുകൊണ്ട് വലുതുണ്ട്, എങ്ങനെയുണ്ട്. അപ്പൊ ഒരു 7 എണ്ണത്തിന് പറഞ്ഞാൽ പോകുന്നുണ്ട്. ഒരു 3 ലിറ്റർ എങ്കിലും ഒരു തെങ്ങലിലോട്ട് വരും. അത് ഇതെല്ലാം ഇറക്കി കൊടുക്കുന്നുണ്ട്, കവളിലൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ ഇവൻ ചൊട്ടയിടാനുള്ള ടെൻഡൻസി കൂട്ടുക. പ്രധാനമായിട്ടും ഈ അഗ്രോ കെയർ എന്ന് പറഞ്ഞ ഈ സംഭവം ചെയ്യുന്ന തെങ്ങിന് പുഷ്ടിമ കൊടുത്ത്, വാമിൻ്റെ ഒരു ഉപയോഗം ഇതിനകത്ത് വരുന്നുണ്ട്. പുഷ്ടിമ കൊടുത്ത് കൂടുതൽ കരുത്തുണ്ടാക്കി കൊടുക്കും. കരുത്തുണ്ടാക്കി കൊടുത്ത് പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അത് ഇതാവും, കാഫലം കൂടുതൽ ഉണ്ടാക്കും. അതിനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുന്നു, പ്രതിരോധശേഷി കൂട്ടുന്നു. ഇതിന് വില വരുന്നത് ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് 300 സംതിങ്. 300 രൂപയാണ്. ഇത് ഏതാണ്ട് 3000 ഗുളികയ്ക്ക് വരുന്നത്. അപ്പം 100 ഗുളിക അല്ല 1000 ഗുളികയ്ക്ക് 100 രൂപ. 100 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4, 5, 6, 7 തെങ്ങിന് പോകും. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുട്ടികളുടെ അടുത്തുനിന്ന് ഒരു സ്വല്പം അകലം പാലിച്ചോളാൻ, കീപ് അവേ ഫ്രം ചിൽഡ്രൻ എഴുതിയിട്ടുണ്ട്. വലിയവർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു തവണ ഇതുപോലത്തെ ഒരു ഡെപ്പി മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് ടെസ്റ്റ് ചെയ്തപ്പം വണ്ടി ശല്യം ഇതുകൊണ്ടാണ് ഇത് 3ാമത്തെ തവണ അടിച്ചു പോയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത് നേരത്തെ വണ്ടി ശല്യം ഉണ്ടായിരുന്നു. ഈ വണ്ട് കടിച്ചിരിക്കുന്ന കാരണമാണ് ഇതിൻ്റെ ഇതുകൊണ്ടോ ഇത് വണ്ടി ശല്യം ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ വണ്ടി ശല്യമായിരുന്നു, മുഴുവൻ കുറ്റി ഇതായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെങ്ങിൻ്റെ കാണിക്കുന്നത് വണ്ടി കടിക്കാത്ത തെങ്ങുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഞാനൊരു തവണ ഒഴിച്ചു, വണ്ടെല്ലാം പോയി. അത് കഴിഞ്ഞ് അത് കിളുത്ത് കയറി വന്നിരിക്കുന്നതാണ് ഈ സംഭവം. പിന്നെ ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ ഇതിൽ നിലവിൽ യാതൊരു വണ്ടിശല്യം ഇല്ല, ഒരു നനയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഗ്രോത്തിലും പച്ചക്കറി നിൽപ്പുണ്ട്. വണ്ടിശല്യം കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനൊന്നും ചെയ്യാൻ പോയില്ല. ഈ വണ്ടിശല്യം പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഒരുക്കും. ഈ സംഭവങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഈ അരിഞ്ഞാട്ട പോകില്ല. ഈ അരിഞ്ഞാട്ടയൊക്കെ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കമ്പൊക്കെ ഇവിടെ ഇട്ട് ചുവടയൊക്കെ വെട്ടിക്കളയും. അപ്പോൾ ഇതിൽ ഈ സ്വാഭാവികമായിട്ടൊരു ഹോർമോൺ ഉണ്ട്. ഏത് ചെടിക്കും ഒരു ഹോർമോണിൻ്റെ സ്മെല്ലുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് തെങ്ങിന് കവുങ്ങിൻ്റെ രണ്ടാം സ്ഥാനമുള്ള തെങ്ങിന് ഒരു ഹോർമോൺ ഉപയോഗിക്കും. ആ ഹോർമോൺ വരുന്നതിന് ഈ കറുത്തവണ്ണുണ്ടല്ലോ, അവർ വന്ന് ഇവിടെ കൂട് കൂട്ടും. ആ കൂട് കൂട്ടിക്കഴിഞ്ഞിട്ട് അവർ പെരുകി പോയി കഴിഞ്ഞ് കഴിയുമ്പം ആ വിടവിലോട്ടാണ് ചെമ്പഞ്ചെല്ലി വരുന്നത്. ആ ചെമ്പഞ്ചെല്ലി സ്വാഭാവികമായിട്ട് ഒരു കാരണവശാലും തുളയ്ക്കുകയില്ല. ഇവൻ മറ്റവൻ തുളച്ചതിൻ്റെ അപ്പുറത്ത് വന്ന് കയറുള്ളൂ. ഭയങ്കരമായിട്ട് സ്മെല്ല് പിടിക്കുന്നവനാണ്. അവർ എത്ര കിലോമീറ്റർ ആലെന്ന് ചിലപ്പം വരും, കിലോമീറ്റർ ആലെന്ന് അവൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇട്ട് പിടിച്ച് കിട്ടുന്നത്, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നേരെ കയറി പിടിക്കും. ആ മുറിവേലാണ് ഈ സ്മെല്ല് കിട്ടുന്നു. കൊമ്പഞ്ചെല്ലി വന്ന് കയറുന്നത്. ടോമേ, ഈ കൊടിയലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതിൻ്റെ ഓരോ ഭാഗത്തും കായ്ച്ചതുകൊണ്ട്, കായ്ക്കാൻ തുടങ്ങിയതുകൊണ്ട്, അതുപോലെ തന്നെ മൂപ്പെത്തിയതുകൊണ്ട് ഇതെങ്ങനെയാ ഓൾ ടൈം ഉണ്ടാകുന്നതാണ് എല്ലാ സമയത്തും? അങ്ങനെയുള്ളതാണ് സാധാ കരിമുണ്ടത്തല. ഇത് നമ്മുടെ നാട്ടിലുള്ള സാധാ കരിമുണ്ട, അല്ല പ്രത്യേക ഒരു കൊടുത്തലയോ കാര്യങ്ങളോ ഒരു പേരിട്ടുണ്ടാക്കിയിരിക്കുന്നോ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഒന്നുമല്ല, അങ്ങനെ ഒന്നൊരു സംഭവം ഇല്ലെന്നേ. ഇതെല്ലാം ഇതൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാവുന്ന ഇത് കണ്ട കരിമുണ്ട. ഈ കരിമുണ്ടയ്ക്കാണ് ഈ വലിപ്പം കുറഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ വരുന്നതില. നീളത്തിൽ കരിമുണ്ട നമുക്ക് കണ്ടാൽ അറിയാലോ. ഇതെല്ലോട്ട് നോക്കിയോ, ഇത് നല്ലോണം മൂത്ത് കിടക്കുന്നു. ഇത് ഒരു ഇടമുപ്പയിലോട്ട് തുടങ്ങി വന്നിരിക്കുന്നു. ഇത് അത് മണിയായിരിക്കുന്നു. ഇത് ജസ്റ്റ് കുഞ്ഞായിട്ട് ഇത് അടുത്ത ഇരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പിലേക്ക് വരുന്നു. ഏറ്റവും ഇത് പറിക്കാറായി 5 ടൈപ്പ് ഇതായാലും ഒരേ ടൈമിൽ ഇതുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു ഹോമിയോ മരുന്നുണ്ട്. ഈ സാധനം 1 ലിറ്ററിൽ ഒരു 100 സാധാ ഇത് 1 ലിറ്ററിൽ 100 ഗുളിക വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അടിച്ചു വിട്ടു. ഫുള്ള് അടിക്കരുത്, ഒരു ചെറിയ പാർട്ട് 3-1 അടിക്കാവുള്ളൂ. 3-1 പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഒരു ഇങ്ങനെ ഇത്രയും പാവം വെച്ച് അടിച്ചു. അടിക്കുന്ന സമയം വല്ലതും ഉണ്ടോ? എപ്പോഴും നമ്മൾ എന്ത് വളം കൊടുത്തെന്ന് പറഞ്ഞാൽ 8 മണിക്ക് മുമ്പും ഏത് വളം എന്ത് മരുന്ന് കൊടുത്താലും ഒരു വൈകുന്നേരം ഒരു 4 മണിക്കും ശേഷം, സൂര്യ ഉദയത്തിന് മുമ്പ് അസ്തമനത്തിന് ശേഷം എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷവും. അന്നേരം ഇതിന്റെ ലൈറ്റ് അല്ല, ഇതിന്റെ ചൂടുണ്ടല്ലോ, ആ വെളിച്ചം എന്ന് പറയുന്ന സംഭവം അതില്ലാത്ത നേരത്തെ ആ സമയങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഈ ഇലയിൽ ഒരു ചെറിയ നാനോ ഹോൾസ് ഉണ്ട്, മൈക്രോ ഹോൾസ് ഉണ്ട്. അത് നഗ്നനേത്രങ്ങളിൽ കാണത്തില്ല. അത് ഓപ്പൺ ചെയ്യുന്ന സമയമാണ് ഈ 6 മണി to 8 മണി വരെ. സൺലൈറ്റിൽ അത് ക്ലോസ് ആയി പോകും അല്ലേ? ക്ലോസ് ആയി. ഇതൊരു സെൻസറാ. സെൻസറാ. നമ്മളൊക്കെ ഈ 2 വർഷമല്ല സെൻസർ കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് ഉറുമ്പിനുണ്ട് സെൻസർ, ആനയ്ക്കുണ്ട് സെൻസർ, വേറെ സെൻസറുള്ള ജീവികൾ ഒരുപാടുണ്ട്. അതുപോലെ എല്ലാ ചെടികളുടെ ഇലയിലും ഈ സെൻസർ ഉണ്ട്. കണ്ടുപിടിച്ചത് ഇപ്പോഴാന്ന് മാത്രം. അപ്പം അത് അതെല്ലാം തീറി. അപ്പം ഇത് വലിച്ചെടുത്തോളൂ. ആ സമയത്ത് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിത് അടിച്ചു കൊടുത്തു. ഈ ഹോമിയോ ഗുളിക അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഒരെണ്ണത്തെ കൊണ്ട് ഞാൻ കുളിപ്പിച്ചടിച്ചു. നന്നായിട്ട് 2 ദിവസം കഴിയുമ്പോൾ കൊടി താഴെ പോയി, കരിഞ്ഞു പോയി. കാരണം അതിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോഴാണ് 3-1 ചെയ്യാവുള്ളെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കൊടുത്തു. ഇത് നോക്ക്, ഒരു ശകലം പോലും ഇതില്ല. ഇതിന് ഞാൻ നനയ്ക്കാറേ ഇല്ല. ഡ്രൈ ആയിട്ട് കിടക്കുന്നു, നനയ്ക്കാറില്ല. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യാറില്ല. ഞാൻ 2 ട്രിപ്പ് ഞാനിത് അടിച്ചു കൊടുത്തു ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പിൽ. അന്നേരം തൊട്ട് ചെടി നല്ല കറുപ്പല്ലേ നോക്കി, നല്ല കറുപ്പല്ലേ, ഓയിൽ കറുപ്പല്ലേ. ഇത് കണ്ടോ, ഇത് തിളങ്ങുന്ന കണ്ടോ, ഇത് നോക്കി, ഇത് കേട്ടോ തിളങ്ങുന്ന കണ്ടോ, ഇങ്ങനെ തിളങ്ങി നിൽക്കണം. ഇത് കണ്ടോ, ഇത് തിളക്കമുണ്ട്. ഈ ഒരു തിളക്കമാണ് ഒരു ചെടിയുടെ ഏറ്റവും നല്ല ഗ്ലേസിങ്. പക്ഷേ ടോം, ഇത് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, മൊത്തം അടിച്ചേക്കരുത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എടുത്ത് പറഞ്ഞു കൊടുത്തില്ല. അത് ഞാൻ പറഞ്ഞിട്ടല്ലോ, എനിക്ക് അനുഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ ജോലി താഴെ പോയി. അത് കഴിഞ്ഞ് ഞാൻ വന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് 3-1 ശ്രദ്ധിക്കേണ്ട. 100 ഗുളിക കൂടുതൽ അടിക്കരുത്, പവറുണ്ട്, ഹോമിയോ ആണെന്ന് പറഞ്ഞാണ്ട് കളിയാക്കരുത്. നമുക്കൊരു ചെറുതാക്കലുണ്ട്. അപ്പോൾ പലരും അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പം 1 വർഷമായിട്ട് ഈ ഓൾ ടൈം ഇത് പൂത്തോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടിച്ചു കൊടുത്തിട്ട് ഈ സംഭവം പുഷ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഇതിന് കേടുപാടുകൾ വളരെ കുറവാണ്. ഇത് അടുക്കളയുടെ സൈഡിലാണെങ്കിൽ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പമാണ്. ഏത് സമയത്തും പച്ചക്കറി ഇടാൻ പച്ചമുളക്. ഇതേതാണ്ട്
3000 ഗുളികയ്ക്ക് 300 രൂപ വിലയേ ഉള്ളൂ. 340 കണ്ടത് അത്ര വിലയേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ്.